സൗത്ത് ഇന്ത്യയിലെ ഒരുവിധം എല്ലാ ഭാഷകളിലും രജനീകാന്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്കറിയാം തമിഴ് തന്നെയാണ്. ശരിക്കും ഒരു തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറായി വന്ന് പിന്നീട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറിയ ആളാണ് രജനീകാന്ത്. ശരിക്കും നമ്മൾ മലയാളികൾക്ക് രജനീകാന്തിനെ 2 സിനിമകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിലൊന്ന് അലാവുദ്ദീനും അത്ഭുത വിളക്കും, ഐ.വി. ശശിയുടെ സിനിമ, പിന്നെ ഒന്ന് ഗർജനം എന്ന് പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ ശരിക്കും അന്ന് നമുക്കറിയാം ഗർജനം എന്ന് പറയുന്നൊരു സിനിമ അന്ന് അവർ പ്ലാൻ ചെയ്തിരുന്നപ്പോൾ തമിഴിലും കന്നഡയിലും രജനീകാന്ത്, ആ റോള് മലയാളത്തിൽ നമ്മുടെ ആക്ഷൻ ഹീറോ ജയൻ, ഇങ്ങനെയായിരുന്നു ഒന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം അഭിനയിച്ചൊക്കെ ശേഷമാണ് ജയൻ മരിച്ചത്. അങ്ങനെ ജയൻ മരിച്ചപ്പോൾ ആ റോള് രജനീകാന്ത് തന്നെ മലയാളത്തിൽ ചെയ്തു. പക്ഷേ ആ സിനിമ പരാജയമായിരുന്നു. 81 റിലീസായത്. ഒരുപക്ഷെ ചിലപ്പോൾ ആ ഗർജനം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ രജനീകാന്ത് തുടർന്നും കുറച്ച് സിനിമകളൊക്കെ മലയാളത്തിൽ ചെയ്തേനെ. കാരണം ശരിക്ക് നമ്മൾ മലയാളികൾ രജനീകാന്തിനെ പോലത്തെ ഒരു നടനെ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ജയനായിരുന്നു ശരിക്കും അന്ന് ഒരു ആക്ഷൻ ഹീറോ. ശരിക്കും എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ എന്ന് പറയാൻ പറ്റില്ല, മലയാളത്തിൽ ജയൻ ഉണ്ടാക്കിയെടുത്ത ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതുവരെയുള്ള അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ബോഡിയുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്യുന്ന ഒരു നടനെ അന്ന് മലയാളത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് ജയൻ്റെ ഒരു മരണത്തോടു കൂടി പിന്നെ നമുക്ക് മലയാളികൾക്കും അങ്ങനെ ഒരു നടനെ ശരിക്കും ആ സമയത്തൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ബാബുവിനെ പോലത്തെ നടന്മാരൊക്കെ ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ലാലേട്ടനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ജയന് ഒരു തുല്യമായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ലാർജർ ദാൻ ലൈഫ് ഹീറോ ഒരു റോളൊക്കെ ചെയ്യുന്ന ഒരു സൂപ്പർമാൻ ഇമേജുള്ള ഒരു നടനെന്ന് മലയാളത്തിലില്ലായിരുന്നു. ആ ഒരു സ്നേഹമായിരിക്കാം ഞാൻ ഈ അടുത്തൊരു ആർട്ടിക്കിൾ വായിച്ചു, അതൊരു രജനീകാന്തിൻ്റെ ഒരു ഫാൻസിനെ കുറിച്ച്, രജനീകാന്തിനോടുള്ള പ്രേക്ഷകരുടെ ആരാധനയെക്കുറിച്ചൊക്കെ. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ജയനോടുണ്ടായിരുന്ന ഒരു സ്നേഹം, ജയൻ്റെ ഒരു അഭാവത്തിൽ ആ ഒരു സ്നേഹം രജനീകാന്തിനും കൂടി മലയാളികൾ കൊടുത്തതായിരിക്കാം. അതായിരിക്കാം അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ പോലെ തന്നെ നമ്മളും വളരെയധികം ആരാധിക്കുന്നതും രജനി പടങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഒരു സ്വീകരണം നമ്മുടെ കേരളത്തിലും അങ്ങനത്തെ ഒരു സ്വീകരണമൊക്കെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം.